അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ തുടങ്ങിവെച്ച ആക്രമണം ലോകത്തെ ഒരു വലിയ യുദ്ധത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുന്നു. മധ്യേഷ്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ അത് പിടിച്ചുലച്ചിരിക്കുന്നു. എന്നാൽ യുദ്ധത്തിനെതിരായ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. ഇറാൻ അധിനിവേശത്തിനെതിരെയും യുദ്ധത്തിനെതിരെയും അമേരിക്കയിലും ഇസ്രായേലിലും പോലും പ്രതിഷേധം കനക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഇത്ര ശക്തമാകുന്നത്? നമുക്ക് പരിശോധിക്കാം. ഇസ്രായേലിൻ്റെ സുരക്ഷയും ഇറാൻ്റെ ആണവ പദ്ധതികളും മുൻനിർത്തിയാണ് അമേരിക്കയും ഇസ്രായേലും ഈ നീക്കത്തെ ന്യായീകരിക്കുന്നത്. എന്നാൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഈ രാജ്യങ്ങളിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ പറയുന്നത്. അധിനിവേശത്തിന് നേതൃത്വം നൽകുന്ന രാജ്യങ്ങളിൽ തന്നെയാണ് അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്കിലും ആയിരക്കണക്കിന് ആളുകളാണ് യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയത്. വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രതിഷേധത്തിന് ശേഷം അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു. അമേരിക്കയിലെ 40 നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറാൻ ആക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അമേരിക്കക്കാർ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, യുദ്ധമല്ലെന്നും രാജ്യത്തെ വിലക്കയറ്റം മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കാണ് പരിഹാരം കാണേണ്ടതെന്നും മംദാനി പറയുന്നുണ്ട്. സർവേകൾ പ്രകാരം 60% അമേരിക്കൻ യുവാക്കളും വിദേശ രാജ്യങ്ങളിലെ സൈനിക ഇടപെടലുകളെ എതിർക്കുന്നവരാണ്. നമ്മുടെ നികുതി പണം യുദ്ധത്തിനല്ല എന്ന മുദ്രാവാക്യമാണ് അവിടെ ഉയരുന്നത്. വൈറ്റ് ഹൗസിന് മുന്നിൽ 100 കണക്കിന് യുദ്ധവിരുദ്ധ പ്രവർത്തകർ തടിച്ചുകൂടിയത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഇസ്രായേലിൽ ഇറാനിലെ സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ലണ്ടനിലെ ട്രഫാൽഗർ സ്ക്വയറിൽ നടന്ന പ്രതിഷേധം സമീപകാലത്തെ ഏറ്റവും വലിയ ജനമുന്നേറ്റമായി മാറിയതായിരുന്നു കാഴ്ച. ബ്രിട്ടീഷ് സർക്കാർ ഈ യുദ്ധത്തിന് നൽകുന്ന പിന്തുണ പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളാണ് യുദ്ധവിരുദ്ധ റാലിയിൽ പങ്കെടുത്തത്. യൂറോപ്പിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും പ്രതിഷേധം പടരുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിന് മുന്നിലും സമാധാനകാംക്ഷികൾ ഒത്തുചേരുന്നു. ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലായി 50-ലധികം നഗരങ്ങളിൽ ഒരേ സമയം പ്രതിഷേധങ്ങൾ നടന്നു. ഇന്ത്യയിലും ഡൽഹിയിലും കാശ്മീരിലും ഹൈദരാബാദിലും ബംഗളൂരിലും പ്രതിഷേധം നടന്നിരുന്നു. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ ഭൂരിഭാഗം അമേരിക്കൻ പൗരന്മാരും എതിർക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. CNN, റോയിട്ടേഴ്സ് തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് സർവേ നടത്തിയത്. CNN പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രകാരം 59% അമേരിക്കക്കാരും ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ അംഗീകരിക്കുന്നില്ല. ഇതിൽ തന്നെ 31% പേർ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോയിട്ടേഴ്സ് സർവേ പ്രകാരം യുദ്ധത്തിന് പിന്തുണ നൽകുന്നത് കേവലം 27% ആളുകൾ മാത്രമാണ്. 60% പേരും ട്രംപിൻ്റെ സൈനിക നീക്കങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ്. 62% പേർ വിശ്വസിക്കുന്നത് തുടർ നടപടികൾക്ക് കോൺഗ്രസിൻ്റെ അഥവാ അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ അനുമതി വേണമെന്നാണ്. നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്ന് 39% പേർ കരുതുന്നുവെന്നും സർവേയിൽ വിവരങ്ങളുണ്ടായിരുന്നു. വിഷയത്തിൽ അമേരിക്കൻ ജനത രാഷ്ട്രീയമായും 2 തട്ടിലാണ്. ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അനുയായികളിൽ നിന്ന് തന്നെ എതിർപ്പുള്ളവരുണ്ട്. 77% പേർ ആക്രമണത്തെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ട്രംപിൻ്റെ സൈനിക ആക്രമണത്തെ എതിർക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിക്കാരിലും സ്വതന്ത്രരിലും ഭൂരിഭാഗം പേരും അഥവാ 80%-ലധികം ആളുകളും ഇതിനെ എതിർക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഇറാൻ നയത്തിനെതിരെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ഈ യുദ്ധം കേവലം 2-3 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മാനുഷികമായ വലിയൊരു ദുരന്തത്തിലേക്കാണ് യുദ്ധം വിരൽ ചൂണ്ടുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലോകമെമ്പാടുമുള്ള തെരുവുകളിൽ മുഴങ്ങുന്ന ഈ പ്രതിഷേധങ്ങൾ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുമോ? ട്രംപിനെയും നെതന്യാഹുവിനെയും പോലെ ആക്രമണങ്ങളിലും ദുരന്തങ്ങളിലും അഭിരമിക്കുന്ന ഭരണാധികാരികൾക്ക് സ്വന്തം ജനതയുടെ എതിർപ്പുകൾ മനസ്സിലാക്കാനും തിരുത്താനും കഴിയുമോ?